മാങ്ങ കിട്ടി ഗൈസ്. ഇനി മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോവാം. മാങ്ങാച്ചാർ നാളെ ഉണ്ടാക്കണ ഞാൻ കാണിച്ചതാണ്. പക്ഷേ ഞാൻ ഓക്കെ മറ്റേ മാങ്ങാച്ചാറിലേക്ക് ശർക്കര വേണോ? കടുമാങ്ങയാണ്. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു ടേക്ക് ഇറ്റ് ഈസി. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കടുമാങ്ങ അച്ചാറാണ്. ഞാനല്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കും, ഇവരുണ്ടാക്കും. ഞാൻ കാണിച്ചു തരാം. ഇതാണ് അമ്മു ചേച്ചി. എവിടെ 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 ഒരു ഹായ് ഇതാ. ആ പിന്നെ ബാക്കി രണ്ടുപേരെ ഞാൻ കാണിച്ചു തരാം. ഈ മാങ്ങച്ചാർ സുബി ചേച്ചി. പേരെന്താ? മാളു ചേച്ചി. ഹായ്. അതെ, ഇവര് 3 പേരുമാണ് ഒരു കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനു വേണ്ടി ഇവരിപ്പോൾ മാങ്ങ നുറുക്കാണ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കാണിക്കൂലേ? ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ? ഉലുവയും കടുകും പൊടിക്കാൻ പോയതാ. 2 ഉലുവ കടല് പൊടിച്ചിട്ട് വരാം. എന്നാ ശരി. ഉലുവ കടല് വറക്കണം. ഇവർ രണ്ടുപേരും നോക്കി നിൽക്കണേ. 2 പേരും നോക്കിക്കണേ. ഉലുവും കടുകും വറുത്തിട്ട് പൊടിക്കാൻ വേണ്ടി പോവാണ്. വറുത്ത് പൊടിക്കാൻ ആ എന്താ ചെയ്യാൻ പോണേ? വെളിച്ചെണ്ണ വയ്ക്കുക. ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ വയ്ക്കുക. ഇത് നിർത്താൻ പറ്റുന്നില്ല. ഈ ഒറ്റ അടുപ്പ് ഉലുവ ഇവിടെ കടുക് ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. കത്തിയാണോ? കടുകല്ല അത്. ഇത് കടുകല്ലേ? കത്തിരി ഇരിക്കട്ടില്ല. കടിച്ചു കടുകല്ലേ? എനിക്ക് തന്നെ ഒരു പഴയ മാച്ചിലൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നത്. കടുകിട്ട് പോട്ടാണ്. വെളിച്ചെണ്ണ വെച്ച് സ്പീഡ് കൂട്ടി വെളിച്ചെണ്ണ വെച്ച് കടുകിട്ട് കാണിക്കേക്ക് കാണിക്കും. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി? ഇതിന് വരണത് ഇതുപോലെ ഇനി വരണത് പൈസ കിട്ടാൻ തുടങ്ങുമ്പോ ഇനി അതിലേക്ക് മാങ്ങ ഇടാണ്. അതൊക്കെ പറഞ്ഞു തരണം. അത് കിട്ടിയിട്ട് പറഞ്ഞു തരാം. ഇതിലേക്ക് മാങ്ങ ഇടുക. നല്ല പാത്രം എന്താ കടുമാങ്ങ ആയതുകൊണ്ടാണോ വലുതാക്കി അരിഞ്ഞ്? മാങ്ങട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, അത് കടുകൊക്കെ വറുത്ത് പൊടിച്ചിടണം. പിന്നെ ശർക്കര ഇടണം. ഇപ്പൊ അത് അടച്ചു വെക്കാം. ശർക്കര ഇട്ടിട്ട് ഞാൻ വെള്ളാക്കിട്ട് ശർക്കര ഇട്ടിട്ട് അടച്ചു വെക്കാൻ പോവാം. കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ശർക്കര ഒഴിക്കുക. എന്നിട്ട് മാങ്ങയ്ക്ക് ഒഴിക്കുക. മാങ്ങയ്ക്ക് ഇത്രേ ഉള്ളൂ. പിന്നെ ഇത് അടി നല്ല ഇത് വേവട്ടിടിയില്ലേ? ഇത് മതി. ചോറ് വെക്കി ലാസ്റ്റ് മതി. കടുക് ഉലുവയും വറുത്ത് പൊടിച്ചിട്ടത്. ഉപ്പ് ഇട്ടിട്ടുണ്ടോ? കുറച്ച് ഉപ്പ് മതിയോ? അത് മതിയോ? മതി, കുറച്ച് ഉപ്പ് മതി. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയണ ഒരു കറിയാണ്. കറിയോ? അച്ചാറ്. എണ്ണയിലല്ലേ ഉണ്ടാക്കുക?
എണ്ണയിലാണ് ഇത് വറുത്തത്. എണ്ണയിലാണ് എണ്ണ കടലിട്ടില്ലേ. അല്ല ഇത് വെളിച്ചെണ്ണ അല്ലേ? എണ്ണയിൽ അച്ചാറാണ്. അപ്പോൾ എണ്ണയിൽ ഉണ്ടാക്കുന്ന എന്താ? കടുമാങ്ങ. ഞാൻ പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. എണ്ണ വിളിച്ചു അതിനില്ലേ കടുമാങ്ങയും മാങ്ങയും തമ്മിൽ, കടുമാങ്ങാച്ചാറും മാങ്ങാച്ചാറും തമ്മിൽ എന്താ വ്യത്യാസം? മാങ്ങച്ചാറിൽ സുർക്ക ഒഴിക്കണം, അച്ചാറും പൊടി ഇടണം. അത് എണ്ണയിലാണ് ഉണ്ടാക്കുക. ഓക്കെ, ഇതിൽ വരുമ്പോൾ സുർക്ക ഒഴിക്കില്ല. സുർക്ക ഒഴിക്കൂല. സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി. ഇതിൽ ശർക്കര മാത്രം. ശർക്കര ഒഴിക്കില്ല മറ്റേല് അച്ചാറില്. ശർക്കര ഒഴിക്കൂല. ഇതിൽ ശർക്കര ഒഴിക്കൂല. ഓക്കെ, ഇജ്ജ് വാങ്ങിവിടാനാവൂല ഇപ്പൊ. യെസ്. കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരച്ചാറാണ് കടുമാങ്ങ അച്ചാർ. കഴിഞ്ഞു ഇത്? കഴിഞ്ഞ് തന്നത് വീഴ്ത്തോ എന്നെ കണ്ടീനെ ചെയ്യാൻ പറഞ്ഞൊക്കെ. യെസ്. പൊളിയായിട്ടുണ്ട്. ഇതിന് മധുരല്ലേ? അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെറുതെ പറയല്ലേ, ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊള്ളാം. അടിപൊളി. കൊള്ളാവോ? അച്ചാറ് ഇവിടെ ഇത് അടിപൊളി അച്ചാറാണിത്. ഓനക്ക് പെട്ടെന്ന് ചോറിന് കറി ഉണ്ടാക്കി കൊടുക്കണതാണിത്. വേണ്ടേ ഫോണിൽ കൊടുക്കണതാ. ഞാനൊന്നും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മോനിക്കിതാ മകൻ്റെ കുട്ടി ഇതാ അവർക്ക് പെട്ടെന്ന് ചോറിലേക്ക് ഉണ്ടാക്കി കൊടുക്കണ ഒരു കറിയാണ് കടുമാങ്ങ അച്ചാർ. ശരിയായോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ഛമ്മ ഉണ്ടാക്കിയത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണത്. ഇത്ര വെള്ളം മതിയോ? പിടിക്കും ചേച്ചി. ഉണ്ടാക്കി സ്കൂൾ വിട്ട് ഉണ്ടാക്കി തരുമ്പോ നല്ല ടേസ്റ്റ് ആണിത്. സ്കൂളിൽ ചോറിനാണ് ഈ കറി ഉണ്ടാക്കിട്ട് അച്ഛമ്മ തരുമ്പോ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞത്. അച്ഛമ്മ തരുമ്പോ നല്ല ടേസ്റ്റ് ആണ്. ചൂടി അക്കയോടെ അടുത്തോളം കയ്യനാ ചൂടില്ല. അങ്ങോട്ട് ചേച്ചിന്റെ എടുത്ത് അങ്ങോട്ട് നോക്ക്, ദൂരേക്ക് നോക്ക്. നിന്റെ അടുത്ത് നിൽക്കതാലല്ലേ കാണല്. ചേച്ചിട്ട് നോക്കിക്കോളി. അച്ചാറ്, കടുമാങ്ങ അച്ചാറ്, കടുമാങ്ങ അച്ചാറ് അവിടേക്ക് ദൂരേക്ക് എന്നിട്ട് പറഞ്ഞു ഞാൻ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി വേഗം ചോറ് കൊടുക്കാൻ പറ്റുന്നതാണ്. പോരെ എന്റെ കുടുങ്ങി വരുന്ന നേരത്ത് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാ, കളവല്ല. അതൊക്കെ ഒഴിവാക്കിയിട്ട് വെള്ളം ആണ്. നല്ല ടേസ്റ്റ് നല്ല തിളച്ച് നിങ്ങളെല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് കമന്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണാം.